ഇവിടെ ഞങ്ങൾ തില എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഇനമാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു കാര്യം വെച്ചിരിക്കുന്നത് 1 കിലോ എള്ളിന് കഴിഞ്ഞ വർഷം വരെ 400 രൂപ വരെ ഉണ്ടായിരുന്നു. അതുപോലെ 1 കിലോ എള്ളെണ്ണ കൊടുത്താൽ കഴിഞ്ഞ വർഷം 900 രൂപ, 950 രൂപ, 1000 രൂപ വരെ വില ഉണ്ടായിരുന്നു. കാരണം അത്രയ്ക്ക് ഔഷധ ഗുണമുള്ള ഏറ്റവും നല്ല എണ്ണ, പണ്ട് ഇതിനെ പറഞ്ഞിരിക്കുന്നത് നല്ലെണ്ണ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്രയും മെച്ചമുള്ള ഒരു എണ്ണയെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മറ്റൊരു ഉൽപ്പന്നത്തിനും കിട്ടുന്നത്. നമുക്ക് നമ്മളിപ്പോൾ നല്ല വെളിച്ചെണ്ണ ഉണ്ടാക്കിയാൽ പോലും അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഭയങ്കര ഔഷധ ഗുണമുള്ള ഒരു എണ്ണയാണ് എള്ളിൻ്റേത്. അത് നമുക്ക് മുടിയിൽ തേക്കാം, അതുപോലെ തന്നെ പാചകത്തിന് ഉപയോഗിക്കാം, അതുപോലെ ഔഷധങ്ങളിൽ ആയുർവേദ മരുന്നുകൾ ഉണ്ടാക്കുന്നതിനൊക്കെ തന്നെ എള്ളെണ്ണ ധാരാളമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് ആയുർവേദ വിധിപ്രകാരം നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ടീസ്പൂൺ എള്ളെണ്ണ ഉള്ളിൽ കഴിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയ്ക്ക് നല്ല ഔഷധ ഗുണമുള്ള ഈ എള്ളിൻ്റെ കൃഷി എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിക്കും വളരെ ആദായകരവും അതേപോലെ തന്നെ നമ്മുടെ മനസ്സിനൊരു തൃപ്തി. എള്ള് പൂത്തിരിക്കുന്നത് കാണാം. കടുത്ത വേനലും അതേപോലെ തന്നെ കനത്ത മഴയും രണ്ടും ഇതിന് ദോഷമാണ്. കനത്ത മഴ പെയ്താൽ പൂ പൊഴിയാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ കടുത്ത വേനൽ എന്ന് പറഞ്ഞിരിക്കുന്നതിന് അതിജീവിക്കാൻ ഇത് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ജലസേചനം നടത്തിയാൽ മതി, അത് തന്നെ അതിജീവിക്കാനുള്ള വളരാനുള്ള നല്ല സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരത്തിൽ നല്ല കൃഷിയാണ് എള്ള് എന്ന് പറഞ്ഞിരിക്കുന്നത്.